അപ്പം ഇന്ന് നമ്മൾ ഇവിടെയാണ് നിൽക്കാൻ പോണത്. ഇതാണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ. ഇതൊരു പെൻഷൻ ടൈപ്പാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ നിൽക്കാൻ പോണത്. അപ്പം 3 മണിക്കാണ് ചെക്ക് ഇൻ. അപ്പം നമ്മൾ അതിന് മുന്നേ നമ്മൾ ലഗേജ് കുറച്ചുകൂടെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കോഫി എന്തെങ്കിലും കുടിച്ചിട്ട് 3 മണിക്ക് വരാമെന്നാണ് വിചാരിക്കണേ. അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടമായി. റൂം കണ്ടിട്ടില്ല. 3 മണിക്ക് അവർ ചെക്ക് ഇൻ ചെയ്യാൻ സമ്മതിക്കുള്ളൂ. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന കൊറിയയിലൊരു ഹോട്ടൽ മുറിയാണ്. അപ്പം നമ്മളൊരു ട്രിപ്പിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു മുറി ഉണ്ടാവുക, ഇവിടുത്തെ ഫെസിലിറ്റി എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാം. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ റൂം സ്പേസ് ആണ്. നമ്മുടെ റൂമിൽ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം നല്ല വലിയ മുറിയാണ് കേട്ടോ. ഒരു ബാൽക്കണി കൂടി വരുന്ന ഒരു മുറിയാണിത്. നല്ലൊരു ബാൽക്കണി സ്പേസ് ഉണ്ട് ഇവിടെ. ഞാനപ്പോൾ ഓരോന്നായിട്ട് കാണിക്കാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഉള്ളത് ഒരു ഫുൾ ഒരു റൂമാണ്. ഈ സൈഡിലായിട്ടാണ് നമ്മുടെ ബെഡൊക്കെ വരുന്നത്. ഇതാണ് നമ്മുടെ ബെഡ്. പിന്നെ ഇവിടുത്തെ ഒരു നല്ല ഭംഗിയുള്ള ഒരു പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട് അവര്. പിന്നെ ഇവിടെ ഹാങ്ങർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബെഡിന്റെ ചേർന്ന് തന്നെ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു ടേബിളും 2 ചെയറും അവർ തന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ബാൽക്കണി. ബാൽക്കണിയിൽ ഇടാൻ ചെരുപ്പൊക്കെ ഇവിടെ ഈ ചെരുപ്പ് ഉപയോഗിക്കണം. ഇവിടെ നമുക്ക് ഒരു ചെയറും അതുപോലെ തന്നെ ഒരു ടേബിളും തന്നിട്ടുണ്ട്. 2 ചെയറും ഒരു ടേബിളും. ഇവിടെ നിന്ന് കാണുന്നതാണ് നമ്മുടെ ജിരിസൺ നാഷണൽ പാർക്ക്. ഇതുണ്ടല്ലോ ചെറി ബ്ലോസത്തിന്റെ സമയത്ത് നല്ല അടിപൊളിയായിരിക്കും ഇവിടെയൊക്കെ. നല്ല വ്യൂ ആണ്. ഇത് കുറച്ച് ഇപ്പം ഒരു സമയം ഉച്ചയ്ക്കാണ്, അതുകൊണ്ട് നല്ല വെയിലുണ്ട്. പക്ഷെ നല്ലൊരു നല്ല നമുക്കൊരു പ്രൈവസി കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിങ്ങനെയുള്ള കാരണം നല്ല പ്രൈവസി. തൊട്ടടുത്തൊക്കെ മുറിയാണെങ്കിലും നല്ലൊരു പ്രൈവസി ആയിട്ടുള്ള അടിപൊളി മുറിയാണ്. കൊള്ളാം, എനിക്കിഷ്ടമായി. ഈവനിങ് നമുക്ക് നൈറ്റ് എന്തായാലും ഇവിടെ വന്നിട്ട് സ്പെൻഡ് ചെയ്യാം സമയം. അപ്പൊ അതാണ് നമ്മുടെ ബാൽക്കണി. അപ്പൊ പിന്നെ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു മിറർ സ്പേസും ഉണ്ട്. പ്ലസ് ടിഷ്യൂ തന്നിട്ടുണ്ട്. ഹെയർ ഡ്രയർ തന്നിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ ഒരു ഒരു നമ്മൾക്ക് ഒരുങ്ങാനൊക്കെ ഉള്ള ഒരു ടേബിളായിട്ട് തന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. ഇതാണ് കേട്ടോ ഹെയർ ഡ്രയർ. സത്യത്തിൽ നമ്മൾ കൊറിയയിലൊക്കെ ഒരു ഹോട്ടലിലേക്ക് വരുമ്പോൾ പൊതുവെ നമുക്ക് അങ്ങനെ സാധനങ്ങളൊന്നും എടുക്കേണ്ടി വരില്ല. മിക്ക സാധനം ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. പിന്നെ TV ഉണ്ട്. ഞങ്ങൾ അങ്ങനെ TV ഉപയോഗിക്കാറില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ ടൈപ്പ് ചാനലുകളൊക്കെയാണ് കൊറിയനാണ്. നമുക്ക് അത്രയും കൊറിയൻ അറിയാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ അത് എടുക്കാറില്ല. പിന്നെ AC ഉണ്ട്, ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അടിപൊളി നീലക്കുറിഞ്ഞിയാണോ അല്ല വേറെ എന്താണെന്ന് തോന്നുന്നത്, എനിക്കറിയില്ല. അറിയുന്നവർ കമന്റ് ചെയ്യുക. പിന്നെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്പേസ് ആണ്. ഒരു മിനി കിച്ചൺ. കിച്ചൺ എന്ന് പറയുമ്പോൾ എല്ലാ സംഭവങ്ങളുടെ കിച്ചൺ അല്ല, നമ്മുടെ ഒരു മിനി കിച്ചൺ ആണ്. നമുക്കൊരു കെറ്റിൽ തന്നിട്ടുണ്ട് നമുക്ക് കോഫിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2 ഗ്രീൻ ടീയുടെ പാക്സ് തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ 2 മാക്സിമിൻ്റെ 2 കോഫി സ്റ്റിക്സ് അത് ഉണ്ടാക്കാനുള്ള നമുക്ക് ഇത് തന്നിട്ടുണ്ട്. കപ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഇവിടെ തന്നെ ഒരു ചെറിയ ഇൻഡക്ഷൻ്റെ നമുക്ക് എന്തെങ്കിലും ചൂടാക്കാനൊക്കെ ഉണ്ട് ഒരു ഇൻഡക്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സിങ്ക് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വാഷ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജ് എല്ലാം നമുക്കുള്ളതാണ്. അപ്പം ഇന്നത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. പിന്നെ ഫ്രിഡ്ജിൽ അവർ ആകെ 2 കുപ്പി വെള്ളം വെക്കും കേട്ടോ. ഇത് ഭയങ്കര നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. കാരണം ഞാൻ പല സ്ഥലത്തും ട്രാവൽ ചെയ്തപ്പോഴൊന്നും ഇങ്ങനെ നമുക്ക് വെള്ളമൊന്നും കൊറിയയിൽ എവിടെ പോയാലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കൊറിയയുടെ പുറത്ത് ചില സ്ഥലത്തൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ US പോയപ്പോഴൊന്നും അവരൊന്നും വെള്ളം തന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് വെള്ളം പുറത്തുനിന്ന് മേടിക്കണം. കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ട്. ഇതാണ് ടോയ്ലറ്റ്. ടോയ്ലറ്റിൽ നമ്മൾക്ക് നോക്കുമ്പോൾ വെറ്റ് ഏരിയ ഉണ്ട്, നമ്മുടെ ഡ്രൈ ഏരിയ ഉണ്ട്. അപ്പം ഇവിടെ നമുക്കുള്ള ഇവര് എല്ലാ ടർക്കീസും കാര്യങ്ങള് ബ്രഷ് സോപ്പ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതെന്താ ഷവർ ടവല് തന്നിട്ടുണ്ട്. ഇത് റേസർ, ഇതെനിക്ക് തോന്നുന്നു ബ്രഷ് ആയിരിക്കും. ഡെന്റൽ കിറ്റ്, ഇത് പേസ്റ്റ്. പിന്നെ നമുക്ക് ടോയ്ലറ്റ് ടിഷ്യൂ
ടോയ്ലറ്റ് ടിഷ്യൂസ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു ഹാൻഡ് വാഷ് ഉണ്ട്, പിന്നെ നമുക്ക് സോപ്പ് തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഒരു മിറർ ഉണ്ട് കേട്ടോ, അടിപൊളി മിററാണ്. പിന്നെ ഉള്ളത് നമ്മുടെ മെറ്റീരിയൽ ആണ്. ഇതൊരു ഗ്ലാസ് സെപ്പറേഷൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഷാംപൂ, കണ്ടീഷണറും ബോഡി ഷവറും ഉണ്ട്. അങ്ങനെ 3 നമുക്കുണ്ട്. പിന്നെ ഇവിടെ നമ്മൾക്ക് ഒരു ഷവർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്, ഭയങ്കര ആഡംബരമല്ല, എന്നാലും നല്ല സ്പേഷ്യസ് ആണ്, നമ്മളെ സംബന്ധിച്ച് നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് ടർക്കിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എല്ലാ സൗകര്യവും ഉണ്ട്, നല്ല നീറ്റാണ്, ഭയങ്കര നീറ്റാണ്, നല്ല ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഇതാട്ടോ. പിന്നെ ഈ ടോയ്ലറ്റ് നമ്മുടെ ജാപ്പനീസ് ടെക്നോളജി ഉള്ളതാണ്. ഇതിൽ നമ്മൾക്ക് കുറെ ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ, വെള്ളം ഒഴിക്കാനും വെള്ളം വരാനും ചൂടാക്കാനും ഒക്കെ ഉള്ള ടൈപ്പ് ജാപ്പനീസ് ടൈപ്പ് ടോയ്ലറ്റുകളാണ് കേട്ടോ ഇതുള്ളത്. നല്ല അടിപൊളിയാണ് സംഭവം. നമുക്ക് ടോട്ടൽ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ പൊതുവെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര പ്രതീക്ഷിക്കാറില്ല. കാരണം എപ്പോഴും നമ്മൾ കുറച്ചാണ് പ്രതീക്ഷിക്കുക. കാരണം നമ്മൾ റൂം കാണാൻ ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ ശരിക്കും വരുമ്പം ഭയങ്കര സ്മോൾ ആയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണത് എനിക്ക് ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് തോന്നി. നല്ല നീറ്റാണ്, നല്ല ക്ലീൻ ആണ്, എല്ലാ സൗകര്യവും ഉണ്ട്, നല്ല എന്താ പറയാ നല്ലൊരു എൻവയോൺമെന്റ് ആണ്. ഇപ്പം ഗുരിയ ഭാഗത്ത് ഈ ജിരിസൺ നാഷണൽ പാർക്കൊക്കെ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ കൊറിയയിലെ നമ്മുടെ മലയാളി സുഹൃത്തുക്കളോടാണ് പറയണേ. ഇപ്പം ജിരിസൺ പാർക്ക് വ്യൂ പെൻഷൻ അടിപൊളിയാണോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയുണ്ടെന്ന്. ഇപ്പം ഫാമിലി ഒക്കെ ആയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ, ഒരു നല്ല കപ്പിളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല സ്പേസ് ആണ്. പിന്നെ നിങ്ങൾ കുറെ കൂടുതൽ ഫ്രണ്ട്സ് വരികയാണെങ്കിലും നല്ല അങ്ങനത്തെ റൂംസും ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഹോട്ടലിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആട്ടോ, അടിപൊളി ഒരു സ്ട്രീം ഉണ്ട് ഇവിടെ. പിന്നെ മൗണ്ടെയിൻ ആണ്, അടിപൊളിയല്ലേ. ഇവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കണ്ടേ. അപ്പൊ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ കഫറ്റീരിയാണ് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ നമുക്കൊരു ചെറിയ കൺവീനിയൻസ് സ്റ്റോറും ഉണ്ട്. അതിൻ്റെ അവിടെ ഒരു കോഫി ഷോപ്പ് പോലെ കോഫി ബാർ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ടോസ്റ്റർ, അതുപോലെ തന്നെ നമുക്ക് ഓവൻ, അതുപോലെ നമുക്ക് വാട്ടർ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ബൗളും അതുപോലത്തെ സംഭവങ്ങളും ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ടോട്ടലി നല്ല സർവീസാണ് കേട്ടോ, നല്ല സർവീസുമാണ് ഇവർ. നമ്മൾ ഇവിടെ നിന്ന് നൂഡിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി നൂഡിൽ കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ പോവാണ്. മതിയോ?